പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ച ഇഞ്ചി കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകിലും ഇഞ്ചിക്കറി വയ്ക്കാം, പക്ഷേ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചെയ്യുന്നത്. നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ചിരണ്ടിട്ട് ഇഞ്ചിയെല്ലാം നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചീകിയെടുക്കാം. ഇത് നമ്മളെല്ലാം ചീകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തു നിന്നുള്ള നീരങ്ങ് പിഴിഞ്ഞൊരു പാത്രത്തിലോട്ടാക്കി എടുക്കാം. നന്നായിട്ട് മുറുക്കി അതിൻ്റെ നീരങ്ങ് മാറ്റുക. ഇതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്കത് അവസാനം ചേർക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കൊരു ചട്ടി വെച്ച് ആ ഇഞ്ചി അങ്ങ് വറുത്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇച്ചിരി വെള്ളം, ഇച്ചിരി എണ്ണയും കൂടി ഒഴിക്കാൻ നോക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ചട്ടിയിലിട്ട് തന്നെ ഇതാ എടുത്ത് വെച്ച് തേങ്ങ അങ്ങിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഉലുവ ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, ഇത്ര നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടങ്ങ് വറുക്കാം. ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം.
തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്ത് ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇനി ഇത്രയും മൂത്താൽ മതി. നമുക്കിതങ്ങ് പൊടിച്ചെടുക്കാം. നമുക്ക് വീണ്ടും അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അരപ്പ് ചേർക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ നമ്മൾ ആ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയുടെ നീര് അത് നമുക്ക് അരിച്ചെടുക്കണം. അടിയിൽ ആ വെളുത്ത് കാണുന്ന സാധനം ഒന്നും ഇടരുത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്തത് പുളിവെള്ളം. ഒരു ചെറിയ കായം, ചെറിയൊരു കഷ്ണം കായം, അതുപോലെ അത്യാവശ്യം ഉപ്പ്, ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാം. പിന്നെ ഇഞ്ചിക്കറി തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. സാധാരണ ശർക്കരയാണ് ചേർക്കുന്നത്, പക്ഷേ എൻ്റെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.